വാഴ നനയുമ്പോൾ ചീര നനയുക എന്നൊരു രീതിയോട് സാദൃശ്യമുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അത് പാകിസ്ഥാനാണോ അമേരിക്കയാണോ വിചാരിച്ചതെന്ന് വ്യക്തമല്ല. പക്ഷെ കാലം കഴിയുമ്പോൾ ലോകം തിരിച്ചറിയും. എന്താണ് ട്രംപിന്റെ വിചാരം? ഇത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മുതലെടുപ്പിന് പിന്നിൽ എന്തായിരുന്നു എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അതിന് ഇപ്പോൾ ഒരു ഉത്തരം കിട്ടിയിട്ടുമുണ്ട്. ഇന്ത്യ മറ്റു രാഷ്ട്രങ്ങളോടുള്ള ബന്ധം ഇരു കൂട്ടർക്കും ഗുണം വേണമെന്ന നിലയിലാണ് എടുക്കാറ്. പക്ഷെ അമേരിക്ക അങ്ങനെയല്ല. സ്വന്തം വ്യക്തി താല്പര്യത്തിന് പലതും ചെയ്യുന്ന കൂർമ്മ ബുദ്ധിക്കാരനായ ട്രംപ് ഭരിക്കുന്ന അമേരിക്ക വ്യത്യസ്തമാണ്. ഇന്ത്യക്ക് മുന്നിൽ സമാധാനത്തിന്റെ പാതയിൽ വന്ന അമേരിക്കയുടെ ഉദ്ദേശം ഒരു ബിസിനസ് ആയിരുന്നു, ഇന്ത്യ ആയിട്ടായിരുന്നില്ല, പാകിസ്ഥാനുമായിട്ട്. നമ്മുടെ രാജ്യത്ത് അവർ ഭീകരവാദം വിതച്ചപ്പോൾ, നമ്മുടെ സഹോദരങ്ങളെ കൊന്നൊടുക്കിയപ്പോഴും പാകിസ്ഥാനാണ് പിന്നിലെന്ന് മനസ്സിലാക്കിയതിനു ശേഷവും ഭീകരവാദ രാജ്യവുമായി അമേരിക്ക ഡീലിലെത്തി. പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലും വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലും ചേർന്നാണ് ക്രിപ്റ്റോ ഡീൽ വരുന്നത്. ഈ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എങ്ങനെയാണ് അമേരിക്കയും ട്രംപുമായി കണക്ഷൻ? ഇതിൽ 60% ഓഹരിയും ട്രംപിന്റെ മകനും മരുമകനുമാണ്. ഏപ്രിൽ 28 ഇസ്ലാമാബാദിൽ വെച്ചായിരുന്നു ഡീൽ. ആ ഡീൽ ഒപ്പുവെച്ചതാവട്ടെ ഇരുഭാഗത്തു നിന്നുമുള്ള കമ്പനികളുടെ പ്രതിനിധികൾ. ഏപ്രിൽ 28 ഇസ്ലാമാബാദിൽ വെച്ച് ഇരുഭാഗത്തു നിന്നും പ്രതിനിധികളാണ് കരാർ ഒപ്പുവെച്ചത്. അമേരിക്കയെ സംബന്ധിച്ച് കരാർ ഒപ്പുവെച്ച് ദിവസങ്ങൾക്ക് ശേഷം മറുവശത്തെ കക്ഷി ഒരു യുദ്ധത്തിന് നീങ്ങുക, അവരുടെ സാമ്പത്തിക സ്ഥിതി മൂക്കുകുത്തി പോവുക എന്നത് ചിന്തിക്കാൻ കഴിയാത്തതാണ്. അത് എത്രത്തോളം ബാധിക്കുമെന്നും ട്രംപ് മുൻകൂട്ടി കണ്ടു. അതാണ് വെടിനിർത്തൽ ധാരണ വന്നതും IMF വായ്പയുടെയും പിന്നിൽ. ഇയാളുടെ കാര്യങ്ങൾ അത്ര വ്യക്തമല്ല. ഇന്ത്യയെ സംബന്ധിച്ച വലിയൊരു തിരിച്ചടിയാണ് അമേരിക്ക തന്നത്. റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റിനെ കുറിച്ചുള്ള വിവരശേഖരണത്തിലായിരുന്നു നമ്മുടെ രാജ്യം. ഇനി അമേരിക്കയുടെ ടെക്നോളജി വേണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ട്രംപ് എന്ന പ്രസ്ഥാനം ഭയം തൊട്ടു തീണ്ടാത്ത ഒന്നാണ്. ആരോടും എന്തും പറയാനുള്ള ലൈസൻസ് എടുത്ത മട്ടിലാണ് അദ്ദേഹത്തിന്റെ ഭരണം. പാകിസ്ഥാൻ വേൾഡ് ലിബർട്ടി ഫിനാൻസിന് അടിമപ്പെട്ടതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. വളർന്നു വരുന്ന ഒരു വിപണിയിൽ ഉയർന്നു നിൽക്കുന്ന ഒന്നിന്റെ തണൽ പിടിക്കുക, അതായത് വിധേയപ്പെട്ട് ജീവിക്കുക. ഈ കരാർ ഒപ്പിട്ട ശേഷം പാകിസ്ഥാൻ ഭീകരവാദികളായ ഷഹബാസ് ഷെരീഫിനെയും അസീം മുനീറിനെയും നേരിട്ട് കണ്ടു എന്നതും വ്യക്തമാണ്. എന്തായാലും പാകിസ്ഥാൻ അമേരിക്കയുടെ അല്ലെങ്കിൽ ട്രംപിന് അടിമപ്പെട്ടു എന്നത് തീർച്ച. അതിൻ്റെ നാടകങ്ങളാണ് നമ്മൾ അപ്പോഴും ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്.